നിന്നും സ്മിത നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്മിത, ഒരു നാടിൻ്റെ സമരനായകൻ ഇപ്പോൾ വിട പറയുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഹലോ, അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ജനങ്ങളുടെയും ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം നാടിനെ വളരെയധികം ദുഃഖത്തിലാക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും എല്ലാവരിലും നിലകൊള്ളുന്നത് തന്നെയാണ്. മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞതിന് ശേഷം തന്നെ ഈ കേരളത്തിൻ്റെ എല്ലാ ദിക്കിൽ നിന്നും ആളുകൾ അവരുടെ അദ്ദേഹത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഓർമ്മകൾ, അദ്ദേഹം ഈ നാടിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പാർട്ടി പ്രവർത്തനം തുടങ്ങിയ കാലം മുതലേ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ എല്ലാവരും അനുസ്മരിച്ച് കൊണ്ട് ജനങ്ങൾ ഭയങ്കര നിർഭരമായി ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാം. ടി വി അന്ന് മുതൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര ജനത്തിരക്കോടെ കൂടിയാണ് അദ്ദേഹത്തെ ആ ഒരു സമയം മുതൽ നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എല്ലാം ഓർക്കുകയും അദ്ദേഹത്തോടുള്ള സ്നേഹം എല്ലാ ജനങ്ങളിലും ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഞാനിപ്പം ഒരു വിപ്ലവ ഗാനം പാടാൻ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിനോടുള്ള സ്നേഹാദരവായിട്ട് ഞാൻ ആ ഒരു പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നു. മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറ് പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വെച്ച വാക്കുകൾ. ലാൽ സലാം. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് തോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. ഹലോ സ്മിത. ഹലോ, ചേർത്തലയിൽ നിന്നും സ്മിതയാണ് VS-നെ അനുസ്മരിച്ചതും അദ്ദേഹത്തിനു വേണ്ടി അവസാനമായാണെങ്കിലും ഒരു ഗാനം ആലപിച്ചതും. ഇപ്പോൾ VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ, VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാസർഗോഡ്